السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഇന്ന് നാമൊക്കെയും പരിശുദ്ധ റമദാനിൻ്റെ 29ാമത്തെ ദിവസത്തിലാണ് നിലകൊള്ളുന്നത്. ഒരുപക്ഷെ ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷം ശവ്വാലിൻ്റെ മാസപ്പിറ ദൃശ്യമായാൽ നാളെ ചെറിയ പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇത്തരുണത്തിൽ ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് വന്നത് മുതൽ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ, പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് നമ്മളെ നീ എത്തിക്കണമേ എന്ന പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലേക്ക് പ്രവേശിക്കാൻ അവസരം തന്നു. നമ്മോടൊപ്പം കഴിഞ്ഞിരുന്ന എത്രയോ ആളുകൾ റജബിലും ശഅബാനിലും ഈ ദുആയോടുകൂടി നമ്മോടൊപ്പം കഴിഞ്ഞിരുന്ന എത്രയോ ആളുകളാണ് റമളാന് മുന്നേ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാനിലേക്ക് എത്താനും ഇത്രയും ദിവസം നോമ്പനുഷ്ഠിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ നാം ഒക്കെയും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി എന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് കടന്നു വന്നു. നോമ്പ് പിടിക്കാനും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും അല്ലാഹു നമുക്ക് അവസരങ്ങളൊക്കെ തന്നു. എന്നിട്ടും നാം തഖ്വയുള്ളവരായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ നോമ്പ് കൊണ്ടോ നമ്മളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ ഒരു ഫലവുമില്ല. അതുകൊണ്ട് നാമൊക്കെയും ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. തഖ്വയുള്ളവർക്കാണ് യഥാർത്ഥ വിജയം. അന്തിമ വിജയം ലഭിക്കുന്നത് തഖ്വയുള്ളവർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് യഥാർത്ഥ വിജയികളായി തീരാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.